ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് റൈസിൻസും കാഷ്യൂ നട്ട്സും ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക. എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ റൈസിൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിലോട്ട് ഒരു വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വലിയുള്ളിക്ക് ഇത് അവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഇതിലോട്ട് 3 വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വന്നതിന് ശേഷം നന്നായിട്ട് വാടണം കേട്ടോ. അതിലോട്ട് 2 തക്കാളി അരിഞ്ഞതും ഒരു 3 ചെറിയ പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുക. അതിലോട്ട് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. 1/2 കിലോ അരിയാണ് ഞാൻ, അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ആയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുക. ഇപ്പം നെയ്ച്ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു നാരങ്ങേൻ്റെ പകുതി നീര് എടുത്തിട്ട് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് 1.5 ടീസ്പൂണ് ബിരിയാണി മസാലൻ്റെ പൊടിയും പിന്നെ 1.5 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ ഇവിടെ ഇപ്പം നെയ്ച്ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഈ ചിക്കനിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. ചിക്കൻ റെഡി ആയിട്ടിട്ട് അതിൻ്റെ മുകളിൽ വാൻഡല വെച്ചിട്ട് നെയ്ച്ചോറ് ആഡ് ചെയ്താലും മതി കേട്ടോ. നെയ്ച്ചോറ് ആഡ് ചെയ്യുക, ഉള്ളി പിന്നെ റൈസിൻസ് ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് മല്ലിച്ചപ്പവും ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള നെയ്ച്ചോറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിയും റൈസിൻസും പിന്നെ നമ്മളെ മല്ലിച്ചപ്പൊക്കെ ചേർക്കുക. പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇതിന് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ബിരിയാണീൻ്റെ ചോറൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ് ബിരിയാണി. എന്തായാലും ഫ്ലോപ്പ് ആയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്